സാർ നമസ്കാരം. നമസ്കാരം. ഈ ഞാനിപ്പം പബ്ലിക് പ്രോസിക്യൂട്ടർ മോഹൻരാജ് സാറോട് സംസാരിച്ചു. സാറിന്റെ ഇൻവോൾവ്മെന്റ് പറയുകയായിരുന്നു കേസിലെ സൂരജിന്റെ കേസിലെ ഇൻവോൾവ്മെന്റ് പറയുകയായിരുന്നു. അപ്പൊ സാറ് പറയുന്നത് എനിക്ക് വനത്തിലെ പാമ്പിനെ അറിയാം, കാട്ടിലെ പാമ്പിനെ അറിയാം, എനിക്ക് നാട്ടിലെ പാമ്പിനെ അറിയാം. എന്താ ഈ കാട്ടിലെ പാമ്പും നാട്ടിലെ പാമ്പും? അതായത് നാട്ടിൻപുറങ്ങളിൽ സാധാരണ കാട്ടിൽ കാണുന്ന പാമ്പുകളൊക്കെ തന്നെയാണ് നാട്ടിൽ കാണുന്നത്. പക്ഷെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന എല്ലാ പാമ്പുകളും കാട്ടിൽ കാണാറുമില്ല. കേരളത്തിൽ ആകപ്പാടെ ഒരു 110-115ഓളം വ്യത്യസ്ത ഇനം പാമ്പുകളുണ്ട്. അതിൽ ഒരു 10-15 ഇനം പാമ്പുകളാണ് പൊതുവിൽ നാട്ടിൽ കാണപ്പെടുന്നത്. ബാക്കി പിന്നെ കുറെ അപൂർവ ഇനം പാമ്പുകളുണ്ട്. സാധാരണ ആൾക്കാരങ്ങനെ കണ്ടിട്ടില്ലാത്ത പാമ്പുകളുണ്ട്. കൂടുതലും അതായത് അതിന്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് വനപ്രദേശങ്ങളും ഉൾപ്രദേശങ്ങളും ഒക്കെയാണ്. പലയിനം പാമ്പുകൾക്ക് പലയിനം ഹാബിറ്റാറ്റാണ്. ചില അർബൻ ഹാബിറ്റാറ്റിൽ കാണപ്പെടുന്ന പാമ്പുകളുണ്ട്. ഇങ്ങനെ ഫോറസ്റ്റ് ഏരിയയിൽ മാത്രം കാണപ്പെടുന്ന പാമ്പുകളുണ്ട്. നീർവാർച്ചയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പാമ്പുകളുണ്ട്. വരണ്ട സ്ഥലങ്ങളിൽ കാണപ്പെടുന്നവയുണ്ട്. അങ്ങനെ അപ്പൊ അതുകൊണ്ട് നാട്ടിൻപുറങ്ങളിൽ കാണുന്ന പാമ്പുകളുമായിട്ട് മാത്രം പരിചയമുള്ള ആൾക്കാരുണ്ട്. ഇനി ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ 16-ലധികം വർഷം സർവീസ് ഉണ്ട് എന്നുള്ള നിലയ്ക്ക് ആ ഒരു എക്സ്പീരിയൻസും കൂടെ ഞാനത് സാറുമായിട്ട് ഷെയർ ചെയ്തിരുന്നു എന്നുള്ളത് അത് ഷെയർ ചെയ്തു. ഇപ്പൊ ഇതിനകത്ത് ഈ ഡമ്മി ശരിയായിട്ട് പാമ്പ് തിരിച്ചറിയത്തില്ലേ? അപ്പൊ പിന്നെ ഡമ്മി പരീക്ഷണം എന്ന് പറയുന്നത് അത് പാമ്പിന്റെ നേച്ചർ അനുസരിച്ച് ഞാൻ പറഞ്ഞില്ലേ വ്യത്യസ്ത ഇനം പാമ്പുകളുണ്ട്. അപ്പൊ ഡമ്മി പരീക്ഷണം നമ്മൾ നടത്തിയത് മെയിൻ ആയിട്ട് മൂർഖൻ പാമ്പിന്റെ ആക്ടിവിറ്റി, അതിന്റെ ഒരു ഇക്കോളജിയും ബിഹേവിയറും അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഡമ്മി എന്ന് പറയുന്നത് ഡമ്മി മാത്രമല്ല, അനക്കമില്ലാത്ത ഏതൊരു വസ്തുവിലേക്ക് മൂർഖൻ ശ്രദ്ധിക്കത്തില്ല എന്നുള്ളത് അതിന്റെ ഒരു ബേസിക് ബിഹേവിയറാണ്. അണലിയും മൂർഖനും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം, അണലിക്ക് തെർമൽ സെൻസിംഗ് പിറ്റ്സ് ഉണ്ട്. അതിന്റെ തലയുടെ തന്നെ മൂക്കിന്റെയും കണ്ണിന്റെയും ഇടയ്ക്ക്, നാസാദ്വാരത്തിനും കണ്ണിനും ഇടയ്ക്കായിട്ട് തെർമൽ സെൻസിംഗ് പിറ്റ് ഉണ്ട്. അപ്പൊ ആ പിറ്റിന്റെ പ്രവർത്തനം കാരണമായിട്ട് ഒരു ലൈവ് ടിഷ്യൂ അല്ലെങ്കിൽ ഒരു ലൈവ് ബോഡി അതിനെ തിരിച്ചറിയാൻ സാധിക്കും. അതിന്റെ ടെമ്പറേച്ചർ കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷെ മൂർഖന് ആ ഒരു സംവിധാനം ബയോളജിക്കലി ഇല്ല. അപ്പം ഒരു ടെമ്പറേച്ചർ വ്യത്യാസം സെൻസ് ചെയ്തിട്ട് ഒരു ചലനമില്ലാതെ കിടക്കുന്ന ഒരു ബോഡി അത് ജീവനുള്ളതാണോ ഒരു ജീവിയാണോ അല്ലാത്തതാണോ എന്ന് തിരിച്ചറിയാൻ മൂർഖൻ സാധിക്കും. മൂർഖൻ അപ്പോ ചലനമുള്ള വസ്തുക്കളിലേക്കാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഡമ്മി പരീക്ഷണത്തിന്റെ ഒരു അവസരത്തിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമേ അതായത് നമ്മുടെ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് മൂർഖന്റെ ആക്ടിവിറ്റി രാത്രികാലങ്ങളിൽ കുറവാണ്. രാത്രിയിൽ അത് സാധാരണ തനിയെ സ്വാഭാവികമായി പുറത്തിറങ്ങാറില്ല, ഇരതേടാറില്ല, ഒരു ശത്രുജീവിയെ കണ്ടു കഴിഞ്ഞാൽ ആക്രമിക്കാറില്ല, പ്രതിരോധിക്കാറില്ല, ഇതൊന്നും ചെയ്തില്ല. അപ്പോ അതിന്റെ ഒരു നേച്ചറാണ്, അതിന്റെ ബയോളജിയാണ്. അപ്പൊ മാത്രമല്ല ഇൻ കേസ് അത് പുറത്തിറങ്ങിയാൽ തന്നെ അതിന് എന്തെങ്കിലും ഒരു നിർബന്ധിതാവസ്ഥയിൽ ബലം പ്രയോഗിച്ചോ അത് പുറത്തിറങ്ങിയാൽ തന്നെ ചലനമില്ലാതെ കിടക്കുന്ന ഒരു വസ്തുവിലേക്ക് അത് ശ്രദ്ധിക്കാറുമില്ല, കടിക്കാറുമില്ല. അതേസമയം അണലിയാണെന്നുണ്ടെങ്കിൽ ആ ടെമ്പറേച്ചർ ഡിഫറൻസ് അത് സെൻസ് ചെയ്തിട്ട് ആ വസ്തുവിലേക്ക് അത് ശ്രദ്ധിക്കും, അത് ജീവനുള്ള വസ്തുവാണെന്ന് തിരിച്ചറിയും, ഒരുപക്ഷെ പ്രതിരോധിക്കാൻ വേണ്ടി കടിക്കുകയും ചെയ്യും. അപ്പൊ അത് തമ്മിലുള്ള ബേസിക് വ്യത്യാസമാണ്. അപ്പൊ ആ ഡമ്മി പരീക്ഷണത്തിലും ഇതിന്റെ ബയോളജിയും ഇതിന്റെ ബിഹേവിയറും കൃത്യമായി മുൻനിർത്തി തന്നെയാണ് നമ്മൾ ആ ഒരു സംഭവം ഇൻസിഡൻസ് തന്നെ പുനരാവിഷ്കരിക്കുകയാണ് ചെയ്തത്. ഡമ്മി പരീക്ഷണം എന്നുള്ള നിലയ്ക്കല്ല, ആ ഒരു റൂമിന്റെ ഓറിയന്റേഷൻ, അതിലുള്ള എല്ലാ ഫർണിഷിങ്സ്, അതിലുള്ള കട്ടില്, അതുപോലെ അതിന്റെ ജനലിന്റെ സ്ഥാനം, അലമാര, അങ്ങനെയുള്ള സംഗതികളെല്ലാം ഉത്രയുടെ റൂമിൽ ഉണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ പുനരാവിഷ്കരിക്കുകയും അവിടെ അതായത് ഒരു മെയിൻ എൻട്രൻസിലൂടെ കയറി വലത്തോട്ട് തിരിയുമ്പോഴേക്കും ബെഡ്റൂം വരുന്നു. അതേ രീതിയിൽ തന്നെ നമ്മുടെ ഒരു ഹോസ്റ്റലിൽ, ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ഹോസ്റ്റലിൽ മെയിൻ എൻട്രൻസിലൂടെ കയറുന്നു, വലത്തോട്ട് തിരിയുമ്പോഴേക്കും ഈ റൂം വരുന്നു. അതിന്റെ കിഴക്കോട്ട് ആണ് അതിന്റെ ആ ജനാലയും. അങ്ങനെ അവിടെ 2 കട്ടില് സംവിധാനിക്കുന്നു, സൂരജിന്റെയും ഉത്രയുടെയും 2 കട്ടില്. അതുപോലെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടാണ് ഇത് അതേ സമയത്ത്, അതായത് ഈ ഉത്രയ്ക്ക് കടിയേറ്റിരിക്കുന്നു എന്ന് പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ലെങ്കിൽ ഫോറൻസിക് അനാലിസിസിൽ പറഞ്ഞിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ ഒരു പരീക്ഷണം നമ്മൾ നടത്തിയത്. അപ്പൊ ഇതിനകത്തുനിന്ന് ശരിയായിട്ട് അപ്പം ഡമ്മി പരീക്ഷണം എന്ന് വെച്ചാൽ ഡമ്മി പരീക്ഷണം അല്ല ശരിയായിട്ട് പാമ്പിന്റെ അതായത് ബയോളജിക്കലി ഇന്നതിന് മാത്രമേ പോസിബിലിറ്റി ഉള്ളൂ, ഇന്നത് മാത്രമേ സാധ്യമുള്ളൂ എന്ന് തെളിയിക്കുക എന്നുള്ളതാണ്. അപ്പം സൂരജ് ആദ്യമേ നമ്മുടെ ആ അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറഞ്ഞു.
രാത്രി AC ഉണ്ടായിരുന്ന റൂമിൽ ജനാല തുറന്നിട്ടിരുന്നു, അതിലൂടെ പാമ്പ് കയറിയതായിരിക്കുമെന്ന് പറഞ്ഞു. പാമ്പ് അങ്ങനെ രാത്രിയിൽ കയറില്ല. ഒന്ന് ബയോളജിക്കലി രാത്രി കാലങ്ങളിൽ മൂർഖൻ ആക്റ്റീവ് അല്ല. അത് ഏതെങ്കിലും ഹൈഡൌട്ടിൽ വിശ്രമിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒതുങ്ങിക്കൂടുകയുള്ളൂ. അപ്പൊ മാത്രമല്ല, രാത്രി ഇനി ഏതെങ്കിലും കാരണവശാൽ ഒരു പാമ്പ് പുറത്തിറങ്ങിയാൽ തന്നെ അതിന് 1.5 മീറ്റർ തറനിലപ്പിൽ നിന്നും ഉയരമുള്ള ഒരു ജനലിലേക്ക് പിടിച്ചു കയറാൻ സാധിക്കില്ല. കാരണം ഭിത്തിയെ കൂടെ കയറാൻ പറ്റത്തില്ല. കാരണം മൂർഖന്റെ ടോട്ടൽ ലെങ്ത് 152 സെന്റിമീറ്റർ ആണ് ഈ മൂർഖന്റെ. അപ്പൊ 1.5 മീറ്റർ മാത്രം നീളമുള്ള ഒരു മൂർഖന് 1.5 മീറ്ററോളം ഉയരമുള്ള ഒരു ജനലിലേക്ക് കയറാൻ പറ്റത്തില്ല. ഒരു 1.5 മീറ്റർ നീളമുള്ള മൂർഖന് പരമാവധി അതിന്റെ ബോഡി ലെങ്തിന്റെ 1/3 ഭാഗം ഉയരമുള്ള ഒരു ജനലിലേക്ക് പിടിച്ചു കയറാം. അതായത് 50 സെന്റിമീറ്റർ വരെ ഉയരമുള്ള ഒരു ജനലിലേക്ക് പിടിച്ചു കയറാം. അതിൽ കൂടെ അതിന് പറ്റത്തില്ല. അപ്പൊ ആ ഒരു സാധ്യത ആദ്യമേ തന്നെ റൂൾ ഔട്ട് ചെയ്തു. പിന്നെ ഒരു സാധ്യത ഉണ്ടായിരുന്നത്, പകൽ സമയങ്ങളിൽ അശ്രദ്ധമായി വാതിൽ തുറന്നു കിടന്നപ്പോഴെങ്ങാനും പകല് കയറിയിരുന്ന പാമ്പ് കടിച്ചിരിക്കാം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും വീടിനകത്തേക്ക് പാമ്പ് വെറുതെ കയറി പോകത്തില്ല. ഏതെങ്കിലും ഒരു എലിയോ തവളയോ ഏതെങ്കിലും ഒരു ഇരജീവിയെ പിന്തുടർന്നായിരിക്കും പോകുന്നത്. അപ്പൊ ആ ഒരു ഇരജീവി ഒന്നുകിൽ ആ റൂമിൽ കാണണം, അല്ലെങ്കിൽ പാമ്പിന്റെ വയറിനകത്ത് കാണണം, അതിനെ കഴിച്ചിരിക്കണം. ഇത് രണ്ടുമില്ല. ആ റൂമിനകത്ത് അങ്ങനെ ഒരു ഇരജീവി ഇല്ലായിരുന്നു. പാമ്പിനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അത് ദിവസങ്ങളോളം ഭക്ഷണം കഴിച്ചിട്ടില്ല. മാത്രമല്ല, ഇനിയിപ്പം അതിനകത്ത് പകല് ചെന്ന് പെടുന്ന ഒരു പാമ്പ് അത് രാത്രിയിൽ അവിടെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കുക എന്നുള്ളതല്ലാതെ അത് പുറത്തിറങ്ങത്തില്ല. ഇനി നിർബന്ധപൂർവ്വം അതിനെ പുറത്തിറക്കിയാൽ തന്നെ എന്തെങ്കിലും ഒരു സാഹചര്യം കാരണമായിട്ട് അതിനെ പുറത്തിറക്കിയെന്ന് വെച്ചോ. പക്ഷെ അത് ഉത്തരയെ സംബന്ധിച്ചിടത്തോളം മെഡിക്കേറ്റഡ് ആണ്. മരുന്ന് കഴിക്കുന്ന അതിന്റെ ക്ഷീണത്തിൽ നല്ല രീതിയിൽ ഗാഠമായിട്ട് ഉറങ്ങുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിയുടെ ദേഹത്തേക്ക് അത് ശ്രദ്ധിച്ചാൽ തന്നെ കടിക്കുകയില്ല. അപ്പൊ അതാണ് അതിന്റെ ഒരു ബേസിക് ബിഹേവിയർ എന്ന് പറയുന്നത്. അല്ല സാറേ, പിന്നെ ഈ ഫ്ലോറിൽ നിന്നും പിന്നെ കട്ടിലോട്ട് കയറാം. ആ കട്ടിലിന് സാധാരണ അതിനോട് വളരെ എളുപ്പത്തിൽ കയറാവുന്നത്. അത് കുഴപ്പമില്ല. പക്ഷെ ആ ഒരു ബോഡിക്ക് അനക്കമില്ലാത്തയിടത്തോളം മൂർഖനെ സംബന്ധിച്ചിടത്തോളം അത് കടിക്കുകയില്ല. അപ്പം അതിനെ നിർബന്ധപൂർവ്വം പിടിച്ചു കടുപ്പിച്ചു, അല്ലെങ്കിൽ നിർബന്ധിതമായി കടുപ്പിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല, ഇനി എങ്ങാനും കടിച്ചാൽ തന്നെ നോർമൽ കണ്ടീഷനിലുള്ള ബൈറ്റിൽ മൂർഖനെ സംബന്ധിച്ചിടത്തോളം ഒരു 1.5 മീറ്റർ നീളമുള്ള മൂർഖനെ സംബന്ധിച്ചിടത്തോളം ഒരു 1.7 1.8 സെന്റിമീറ്റർ അകലത്തിലുള്ള ഫാങ് വിഡ്ത്ത് അകലത്തിലുള്ള കടിയാണ് ഉണ്ടാവുക. അതിന് രണ്ട് വിഷപ്പല്ലുകളുണ്ട്. 2 വിഷപ്പല്ലുകൾ തമ്മിലുള്ള അകലം, ആ മുറിപ്പാടിൽ കിട്ടുന്ന അകലത്തിനാണ് ഫാങ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ശരിയായിട്ടുള്ള വിഡ്ത്ത് എത്ര? സാധാരണഗതിയിൽ ഈ വലുപ്പത്തിലുള്ള ഒരു പാമ്പിന് ഒരു 1.7 1.8 ലെസ് ദാൻ 2 സെന്റിമീറ്റർ അകലത്തിലുള്ള മുറിപ്പാടുകളായിരിക്കും ഉണ്ടാവുക. ഇത് വളരെ അതിലധികം ഒത്തിരി അകലം കൂടിയ 2.4ഉം 2.8ഉം ഒന്ന് അകലം കൂടുതലാണ്, മറ്റേത് അകലം വ്യത്യസ്തമാണ്. ഈ 2 സാഹചര്യങ്ങളും നോർമൽ കണ്ടീഷനിൽ ഉണ്ടാവും. അങ്ങനെ 2.4 തന്നെ 2 പ്രാവശ്യം വരണം. 2.4 സാധാരണഗതിയിൽ അത്രയും വരത്തില്ല. കാരണം ഇപ്പം 1.5 മീറ്റർ നീളമുള്ള പാമ്പെന്ന് പറയുമ്പോഴേക്കും അതിന്റെ ഒരു അതിന്റെ ഒരു ചിലത് ഇത്തിരി നീളം മനുഷ്യര് തന്നെ ഉയരം കൂടിയ ആൾക്കാരും ഉയരം കുറഞ്ഞ ആൾക്കാരും ഉണ്ടെന്ന് പറഞ്ഞതുപോലെ നീളം കൂടിയതും തലയ്ക്ക് കമ്പാരിറ്റീവ്ലി വലുപ്പം കൂടിയതും വലുപ്പം കുറഞ്ഞതും ഒക്കെ ഉണ്ടാകാം. എന്നാലും 2 സെന്റിമീറ്ററിന് താഴെയാണ് നമ്മൾ സാധാരണ കാണപ്പെടുന്ന ഒരു ഇടയകലം എന്ന് പറയും. ഇത് 2 സെന്റിമീറ്ററിന് മേളിലാണ് രണ്ടും വന്നിരിക്കുന്നത്. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടായിരുന്നു. അപ്പൊ ഈ 2 ബൈറ്റ് മാർക്കിന്റെ ഇടയകലം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഈ പാമ്പിനെ നിർബന്ധപൂർവ്വം പിടിച്ചു കടുപ്പിച്ചു എന്നുള്ളതാണ്. വളരെ ആഴത്തിലുള്ള പല്ലിന്റെ മുറിപ്പാടുകളായിരുന്നു. പല്ല് നല്ലവണ്ണം താഴ്ന്ന ശരീരത്തിലേക്ക് ഇറങ്ങിയിരുന്നു. മാത്രമല്ല വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിലായിരുന്നു. നോർമലി പാമ്പ് കടിക്കുകയാണെങ്കിൽ കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ആഴത്തിലുള്ള 2 കടിയായിരിക്കും. 2ന് 1.7 1.8 സെന്റിമീറ്റർ ഗ്യാപ്പ് ഉണ്ടാകും. അപ്പം ഇത് അങ്ങനെയല്ല. വളരെ വളരെ അടുത്തുള്ള 2 സ്ഥലങ്ങളിൽ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ നല്ല ആഴത്തിൽ തന്നെ പതിഞ്ഞിരിക്കുന്ന വളരെ വ്യത്യസ്തമായ ഇടയകലമുള്ള 2 ബൈറ്റ്. സാധാരണ കടിക്കുമ്പോൾ 2 കടി കടിക്കാറുണ്ടോ പാമ്പ്? നോർമലി അങ്ങനെ ചെയ്യാറില്ല. ഒരു കടിയിൽ തന്നെ അത് ഒന്നുകിൽ ഇരയെ ആക്രമിക്കാനായിരിക്കും കടിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ശത്രുവിനെ പ്രതിരോധിക്കാനായിരിക്കും കടിക്കുന്നത്. ഈ 2 സാഹചര്യങ്ങളിലും ഒരു കടി ഏൽപ്പിക്കുന്നു, എന്നിട്ട് അത് എത്രയും പെട്ടെന്ന് ശത്രുവാണെന്നുണ്ടെങ്കിൽ അത് പിന്തിരിഞ്ഞ് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. ഇരയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കടി കിട്ടുമ്പോൾ തന്നെ ഇരയെ ഇമ്മൊബിലൈസ് ചെയ്യാൻ ആവശ്യമായ ഒരു ക്വാണ്ടിറ്റി വിഷം അത് ഇഞ്ചക്ട് ചെയ്തിരിക്കും. സാധാരണ 2 കടി കടിക്കാറില്ല. സാധാരണഗതിയിൽ 2 കടി വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ, അതായത് തൊട്ടടുത്ത് തന്നെ 2 കടി അങ്ങനെ കടിക്കാറില്ല. ഇപ്പൊ ഇതിലൊരു ഇരയെ കടിക്കണം, ഇരയെ വിഷം കൊടുത്തിട്ടാണോ ഇത് തിന്നുന്നത്? അതെ. അതിന്റെ വിഷം എന്ന് പറയുന്നത് പാമ്പിന്റെ പോയിസൺ അല്ല, വെനമാണ്. വെനം എന്ന് പറയുന്നത് അതിന്റെ ഒരു മോഡിഫൈഡ് ഫോം ഓഫ് സലൈവയാണ്. ഉമിനീരിന്റെ തന്നെ മറ്റൊരു മോഡിഫൈഡ്. അപ്പൊ അത് ഇതിന്റെ ശരീരത്തിൽ ചെല്ലുമ്പോൾ അത്
അതെ, ഇരയെ ഇമ്മൊബിലൈസ് ചെയ്യുക, അതിന്റെ അതിനെ പെട്ടെന്ന് തന്നെ അതിന്റെ ചലനം ഇല്ലാതാക്കുക, അതൊരിടത്ത് വിഴുങ്ങാൻ പാകത്തിന് ആവുക, അത് മരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു വിഷത്തിന്റെ ആക്ഷൻ എന്ന് പറയുന്നത്. നമ്മളെ ഈ വിഷം നമ്മളെ കടിക്കുന്നതും ഈ ജീവിയെ കടിക്കുന്നതും രണ്ടും രണ്ട് രീതിയിലാണ്. അതായത് ആ ഇരജീവിയുടെ അല്ലെങ്കിൽ ശത്രുവിന്റെ വലിപ്പത്തിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയാണ് ഈ വിഷം അത് ഇഞ്ചക്ട് ചെയ്യുള്ളൂ. ഇരജീവിയാണെന്നുണ്ടെങ്കിൽ ഈ വിഷത്തിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് എൻസൈംസും പ്രോട്ടീൻസും കോൺസെൻട്രേറ്റഡ് പ്രോട്ടീൻസും ഒക്കെ ചേർന്നിട്ട് അതാണ് അതിന്റെ ഒരു കോമ്പോസിഷൻ. അപ്പൊ ഇര മരിക്കുന്നതോടുകൂടി ഇരയുടെ ദഹനം ആരംഭിച്ചു കഴിഞ്ഞു. പാമ്പ് വിഴുങ്ങുന്നതോടുകൂടി ഇര വിഷത്തിന്റെ ആക്ഷൻ കൊണ്ടും മറ്റ് അതെ, അതാണ് ഇത് ദഹിക്കുന്നത്. ദഹനത്തിന്റെ ഡൈജഷന് ഇതിന്റെ വിഷത്തിന് ഒരു വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. അപ്പോ ശരിയായിട്ടും ഈ സൂരജിന് പാമ്പിനെ പരിചയം ഇല്ലായിരുന്നു ആദ്യം പറഞ്ഞു, പക്ഷെ നിങ്ങൾ പരിചയം ഉണ്ടെന്ന് തെളിയിച്ചു. പരിചയമുണ്ട് എന്ന്. കാരണം പാമ്പിനെ പരിചയപ്പെടുക, കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് അത്ര കൊണ്ട് അതിമാനുഷികമായ അല്ലെങ്കിൽ അമാനുഷികമായ ഒരു കാര്യമൊന്നുമല്ല. എല്ലാവർക്കും പൊതുവിൽ, മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവികൾക്കും പാമ്പിനെ ഒരു ഭയത്തോടു കൂടിയാണ് കാണുന്നത്. പക്ഷെ ആ പാമ്പിന്റെ ബിഹേവിയറിനെ പറ്റി അത്യാവശ്യം കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വളരെ ധൈര്യപൂർവ്വം അതിനെ സമീപിക്കാം എന്നുള്ളതാണ്. ഞങ്ങളുടെ വനം വകുപ്പിൽ തന്നെ ഒത്തിരി ലേഡി സ്റ്റാഫൊക്കെ വളരെ നല്ല രീതിയിൽ വളരെ സുരക്ഷിതമായി തന്നെ പാമ്പുകളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. മുമ്പ് പക്ഷെ ഒരു 2-3 വർഷം മുമ്പൊക്കെ ആ ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും പേടിയാണ്, ആദ്യം തന്നെ പേടിയാണ്. ആ ഒരു പാമ്പിന്റെ ഒരു റിയാക്ഷൻ എങ്ങനെ ഇരിക്കും, എങ്ങനെ എത്രത്തോളം ഏത് രീതിയിലൊക്കെ അത് പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വളരെ ധൈര്യമായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ ആദ്യം കുതിരെ കടിച്ചത് ഏത് പാമ്പായിരുന്നു? ആദ്യം അയാൾ ഉപയോഗിച്ചത് അണലിയായിരുന്നു. അണലി രണ്ടാമത്തെ നിലയിലേക്ക് കയറുന്നു. അണലി നോർമലി രണ്ടാമത്തെ നിലയിൽ കയറത്തില്ല. അണലിയുടെ ബേസിക് അതിന്റെ ഒരു ബിഹേവിയർ പറയുകയാണെങ്കിൽ അത് ആർബോറിയൽ നേച്ചർ ഇല്ലാത്ത പാമ്പാണ്. ആർബോറിയൽ എന്ന് പറഞ്ഞാൽ മരങ്ങളിൽ കയറാനുള്ളൊരു ഒരു സ്വഭാവ രീതി അതില്ല. അണലി അങ്ങനെ മരങ്ങളിൽ കയറാറുണ്ട്. അപ്പൊ അണലി നിലത്താണ് കൂടുതലും കാണപ്പെടാറ്. അത് മാത്രമല്ല അതൊരു വളരെ സ്മൂത്ത് ആയിട്ടുള്ള പോളിഷ്ഡ് ആയിട്ടുള്ള ടൈൽ കൊണ്ട് ഫ്ലോർ ചെയ്തിരിക്കുന്ന ഒരു ബിൽഡിംഗിൽ സ്റ്റെയർ എല്ലാം കയറിയിട്ട് മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ചെയ്യത്തില്ല. അതിനെ ആ റൂമിൽ കൊണ്ടെത്തിച്ചതാണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. കാലിന്റെ കണങ്കാലിന്റെ തൊട്ട് മേൽവശത്തായിട്ടാണ് കടിച്ചത്. പക്ഷെ അത് പുറത്ത് നിന്നപ്പോ ടാപ്പിന്റെ ചുവട്ടിൽ വെച്ച് കടിച്ചു എന്നാണ് സൂരജ് പറഞ്ഞിരുന്നത്. അങ്ങനെയല്ല. അതിന്റെ ബൈറ്റ് മാർക്ക് എന്ന് പറഞ്ഞാൽ എലോങ് ദ ലിംസ് ആണ്. അതായത് ആ കണങ്കാലിന്റെ മേളിലായിട്ട് കാലിന്റെ നീളത്തിലാണ് പല്ല് പൊതിഞ്ഞിരിക്കുന്നത്. അതായത് കിടന്ന പൊസിഷനിൽ ലയിങ് പൊസിഷനിൽ കടിച്ച രീതിയിലുള്ള പാടാണ്. അതായത് ഹൊറിസോണ്ടലായിട്ടാണ് കടിച്ചിരിക്കുന്നത്. അത് നിലത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ഏറ്റ കടിയല്ല, വെർട്ടിക്കലായിട്ടാണ് അക്രോസ് ദ ലിംബാണ് വരേണ്ടത്. ഇത് എലോങ് ദ ലിംബാണ് കടിച്ചിരിക്കുന്നത്. അപ്പൊ ലയിങ് പൊസിഷനിൽ തന്നെ കടിപ്പിച്ചതാണ് എന്നുള്ളത് അതിൽ നിന്ന് തെളിഞ്ഞിരിക്കുന്ന സംഗതി. ഇനി ഇതിനെ കുറിച്ച് വേറെന്തുവാ നിങ്ങൾ കണ്ടെത്തിയ പ്രധാനപ്പെട്ട കോടതി അംഗീകരിച്ച പോയിന്റുകൾ എന്തൊക്കെയായിരുന്നു? അതായത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് സൂരജ് പറഞ്ഞ ചില കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ടെക്നിക്കൽ കമ്മിറ്റിയുടെ ആദ്യത്തെ കമ്മിറ്റി മീറ്റിംഗിൽ തന്നെ SP ഹരിശങ്കർ സാർ ഞങ്ങളോട് ഇതിന്റെ മറ്റ് സാഹചര്യങ്ങളെല്ലാം ബാക്ക്ഗ്രൗണ്ട് എല്ലാം വിശദീകരിച്ചു തന്നിരുന്നു. എന്നിട്ട് ആദ്യം നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്തപ്പോൾ തന്നെ ഈ സൂരജ് പറഞ്ഞ രീതിയിൽ റൂമിനകത്തേക്ക് ജനലിലൂടെ പാമ്പ് കയറാനുള്ള സാധ്യത റൂൾ ഔട്ട് ചെയ്തു. അതുപോലെ മറ്റ് വഴികളൊന്നുമില്ലായിരുന്നു. പാമ്പിന് ആ റൂമിലേക്ക് എത്തിപ്പെടാൻ മറ്റ് സാധ്യതകളൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ പകൽ തുറന്നിട്ടിരുന്ന മുൻവാതിലിലൂടെ റൂമിനകത്ത് പ്രവേശിച്ചിരുന്നെങ്കിലും ബയോളജിക്കലി പാമ്പ് രാത്രിയിൽ അങ്ങനെ അതിന്റെ നൊക്ടൂർണൽ ആക്ടിവിറ്റി എന്ന് പറയും. പകൽ സമയങ്ങളിൽ ആക്റ്റീവ് ആകുന്ന ജീവികളാണ് ഡയോർണൽ ആനിമൽസ്. രാത്രികാലങ്ങളിൽ ആക്റ്റീവ് ആകുന്ന ജീവികളാണ് നൊക്ടൂർണൽ ആനിമൽസ്. അപ്പൊ ഈ നൊക്ടൂർണൽ ആക്ടിവിറ്റി മൂർഖൻ പാമ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ ലിമിറ്റഡ് ആണ്. അപ്പൊ അത് റൂമിനകത്ത് എത്തിപ്പെട്ടെങ്കിൽ തന്നെ അത് അവിടെ സൈലന്റ് ആയിട്ട് ഇരിക്കത്തേ ഉള്ളൂ. ഏതെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള ഒരു മൂലയ്ക്ക് അത് ഇരിക്കത്തേ ഉള്ളൂ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്നേരം തന്നെ റൂൾ ഔട്ട് ചെയ്തു. പാമ്പ് നോർമലി ആ റൂമിനകത്തേക്ക് കയറാനും രാത്രി ആ പറഞ്ഞ സമയത്ത് ഒരു 2 മണിയോട് കൂടിയോ അല്ലെങ്കിൽ 1 മണി കഴിഞ്ഞിട്ടോ ഉള്ള സമയത്ത് സ്വമേധയ അല്ലെങ്കിൽ സ്വയം പുറത്തു വന്നിട്ട് ഉറങ്ങിക്കിടന്ന ഒരാളിനെ കടിക്കുക എന്നുള്ളത് ബയോളജിക്കലി ഇമ്പോസിബിൾ ആണ്. അപ്പൊ നിർബന്ധപൂർവ്വം പാമ്പിനെ ഇയാൾ റൂമിൽ കൊണ്ടുവന്നതാണെന്നും അയാൾ പിടിച്ചു വെച്ച് കടുപ്പിച്ചതാണെന്നും, അതായത് ഡയറക്റ്റഡ് ബൈറ്റ് അല്ലെങ്കിൽ ഗൈഡഡ് ബൈറ്റ് എന്നൊക്കെ ഇൻഡ്യൂസ്ഡ് ബൈറ്റ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിൽ നിർബന്ധപൂർവ്വം പാമ്പിന്റെ തലയ്ക്ക് പിടിച്ചു വെച്ചിട്ട് ആ ടാർഗറ്റിലേക്ക് കടുപ്പിച്ചാൽ മാത്രമാണ് നോർമലി ഉള്ള ബൈറ്റിൽ കിട്ടുന്ന ഫാങ് വിഡ്ത്തിലുള്ള ബൈറ്റ് മാർക്കിന് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട്
പല എന്താണ് ഡിഫറെന്റ് മെഷർമെന്റ്സ് നമുക്ക് ഡിഫറെന്റ് ഫാങ് വിഡ്ത്ത് മെഷർ ചെയ്യാവുന്ന തരത്തിലുള്ള മുറിപ്പാടുകൾ ഉണ്ടാകും. അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് നമുക്കത് ഡമ്മി പരീക്ഷണത്തിൽ നമുക്കത് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. കൃത്യമായിട്ട് അത് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. ഒരു പാമ്പിന് എത്ര ദിവസം വരെ ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റും? അത് പാമ്പിന്റെ സ്പീഷീസിനനുസരിച്ച് വ്യത്യാസപ്പെടും. ചില ഈ എന്താണ് ചെതല് പോലുള്ള ജീവികളെയൊക്കെ കഴിക്കുന്ന കുരുടിപ്പാമ്പുണ്ട്, ബ്രാഹ്മണി വോം സ്നേക്ക് എന്ന് പറയും. നമ്മുടെ കേരളത്തിൽ കാണുന്ന ഏറ്റവും ചെറിയ പാമ്പാണ്. അതിന് ഏകദേശം ദിവസേന തന്നെ ആഹാരം കഴിക്കേണ്ടി വരും. എന്നാൽ മൂർഖൻ പാമ്പൊക്കെ 2 ആഴ്ചയോ അതിൽ കൂടുതലോ ആഹാരം കഴിക്കാതിരിക്കും. ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ദഹിച്ചതിന് ശേഷം മാത്രമാണ് അത് പിന്നീട് ആഹാരം കഴിക്കുക. മലമ്പാമ്പൊക്കെ കൂടുതൽ വളരെ വലുപ്പത്തിലുള്ള ഏരിയ കഴിക്കും. ഇപ്പോൾ ഒരു നല്ല പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മലമ്പാമ്പ്, ഒരു ആടോ അതുപോലുള്ള 20 കിലോയോ ഒരു വളർച്ചയെത്തിയ ഒരു പട്ടി, അങ്ങനെയുള്ള ജീവികളെയൊക്കെ കഴിക്കുന്ന പാമ്പുകൾ. അത് ചിലപ്പോൾ അത് കഴിഞ്ഞ് 1 മാസമോ 1.5 മാസമോ 2 മാസമോ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ രണ്ടാമത് ആഹാരം കഴിക്കുന്നത്. അപ്പൊ ഇത് ശരിയായിട്ടും ഇത് നിങ്ങൾ പിടിക്കുമ്പോ ഇത് 10 ദിവസമായിട്ട് പട്ടിണിയായിരുന്നു. 10 ദിവസത്തിലധികമായിട്ട് അത് പാമ്പ് ആഹാരം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതേ സമയത്ത് വെള്ളം പോലും കുടിക്കണ്ടേ ഇതിന്? പാമ്പിന് ആഹാരവും വെള്ളവും ഇല്ലാതെ എങ്ങനെ ദിവസങ്ങളോളം കഴിഞ്ഞുകൂടാം. ആഹാരം വിശന്നിരിക്കുക എന്നുള്ളത് അതിന്റെ ക്രൂവൽറ്റി കൂട്ടുമോ പാമ്പിന്റെ? അതായത് ഒരു തവണ അതിപ്പം ഒരു ശത്രുവിനെയോ അല്ലെങ്കിൽ ഒരു ഇരജീവിയെയോ കടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ എന്താണ് സ്റ്റോർഡ് വെനത്തിന്റെ ക്വാണ്ടിറ്റിയിൽ കുറവ്, പിന്നെ അത് റീകൂപ്പ് ചെയ്ത് കാണും. ആഹാരം എടുക്കാതെ അല്ലെങ്കിൽ ഒരു ശത്രുവിനെ കാണാതെ ഒരു പാമ്പ് കുറെ നാള് ഒരു സ്ഥലത്തിരിക്കുക അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ വെനം സ്റ്റോറേജ് ഫുൾ സ്വിംഗിലായിരിക്കും. അപ്പൊ ഗ്ലാൻഡിൽ കംപ്ലീറ്റ് ഫുൾ സ്വിംഗിൽ വെനം ഉണ്ടാവും എന്നുള്ളതാണ്. ആ സമയത്ത് ഏൽപ്പിക്കുന്ന ഒരു കടി കൂടുതൽ മാരകമായിരിക്കും, കൂടുതൽ വിഷം ഇഞ്ചക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഒന്ന് വേദനിപ്പിച്ചിട്ടും കൂടെ ആകുമ്പോഴേക്കും അത് ഫുൾ സ്വിംഗിൽ വെനം ഇഞ്ചക്ട് ചെയ്യും എന്നുള്ളതാണ്. വേദനിച്ചിരിക്കുന്ന പാമ്പ് കടിക്കുമ്പോൾ ഫുള്ളായിട്ട് വിഷം ഇഞ്ചക്ട് ചെയ്യും. ഇത് ശരിയായിട്ടും സൂരജ് പഠിച്ചിരുന്നു. ഇത് സൂരജൻ അറിയുമായിരിക്കും. പോലും കൊടുക്കാൻ പറ്റാതെ പാമ്പിന്റെ പെരുമാറ്റ രീതികളെ പറ്റിയും പാമ്പിന്റെ വിഷത്തിനെ പറ്റിയും അതിന്റെ ആക്ഷനെ പറ്റിയും ഒക്കെ ഒത്തിരി സൂരജ് യൂട്യൂബിലൂടെയും മറ്റും ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. വളരെ ആസൂത്രിതമായി തന്നെയാണ് ഈ ഒരു കുറ്റകൃത്യം സൂരജ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ പുറത്തുവിട്ട ഒരു വീഡിയോക്കകത്ത് സൂരജ് പാമ്പിനെ കൈമാറുന്ന ആ വീഡിയോസ് നിങ്ങൾ ഇപ്പോഴാണ് പുറത്തു വിടുന്നത്. നേരത്തെ പുറത്തു വിട്ടില്ല, അത് മണ്ട കിട്ടിയിരുന്നു അല്ലെ? നിങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ ടെക്നിക്കൽ കമ്മിറ്റിക്ക് തന്നിരുന്നില്ല. ഇതെല്ലാം നമ്മുടെ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ ശരി. ഇപ്പൊ ഇതിന്റെ ഈ കേസിന്റെ വിധിയില് തൃപ്തിയുള്ളൂ? കേസിന്റെ വിധിയില് അതായത് എന്താണ് നമ്മുടെ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ബഹുമാനപ്പെട്ട കോടതി പൂർണ്ണമായും അംഗീകരിച്ചു. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ്, വളരെ വളരെ വലിയ ഒരു കടുത്ത ക്രൂരകൃത്യമാണ് ചെയ്തത് എന്നുള്ള കാര്യമെല്ലാം കോടതി അംഗീകരിച്ചു. ക്രൂരകൃത്യം എന്ന് പറയുന്നത് അതിന്റെ മറ്റൊരു വശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഡിഫറന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, ഒരു ചെറിയ കുഞ്ഞിന്റെ അമ്മയാണ്. ഇപ്പോ നമ്മുടെ എന്താണ് വീട്ടിലോ അല്ലെങ്കിൽ നമുക്കൊരു പരിചയമില്ലാത്ത ഇപ്പൊ ബസ്സിലോ പൊതുസ്ഥലങ്ങളിലോ ഒക്കെ കാണുമ്പോൾ ഒരു ചെറിയ കുഞ്ഞിന്റെ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പരിഗണനയുണ്ട്, ഒരു കെയറും ഒരു പരിഗണനയും. വണ്ടിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ അവർക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുകയും അവരുടെ ഒരു കംഫർട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പൊ ഇതൊരു ഡിഫറന്റ്ലി ഏബിൾഡ് ആണ്, ഒരു തരത്തിൽ തന്നെ കുഞ്ഞിന്റെ അമ്മയാണ്, അയാളുടെ തന്നെ കുഞ്ഞിന്റെ അമ്മയാണ്, വളരെ ചെറിയ കുഞ്ഞിന്റെ അമ്മയാണ്. മാത്രമല്ല ഇയാള് ആസൂത്രണം ചെയ്തിട്ട് ഒരു കടി ഏൽപ്പിച്ചു, അണലിയുടെ കടി ഏൽപ്പിച്ചു. അണലിയുടെ എന്ന് പറഞ്ഞാൽ ഹീമോടോക്സിക് വെനമാണ്. ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ വളരെ ക്രമേണ ഗ്രാജുവലി ഡിസന്റഗ്രേറ്റ് ചെയ്ത് പ്രവർത്തനരഹിതമാക്കുന്ന ആക്ഷനാണ് അണലിയുടെ വിഷം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റിൽ കുറെ നാള് ഈ വേദന അനുഭവിച്ചതും എല്ലാം ഇയാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ശരിയായിട്ട് അണലിയുടെ കടിക്ക് വേദന എങ്ങനെയാണ് അതിന് മെഡിക്കൽ ടൈമിൽ അതിനെപ്പറ്റി പറയുന്നത് എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ എന്നാണ്. വളരെ തുളഞ്ഞു കയറുന്ന വേദന, അസഹനീയമായ വേദന എന്നെല്ലാം പറയും. ഇതിന്റെ എനിക്ക് 16-ലധികം വർഷം സർവീസ് ആയതുകൊണ്ട് പലതവണ ഇങ്ങനെ പാമ്പ് കടിയേറ്റ ആൾക്കാരുമായിട്ടൊക്കെ സംവദിക്കാനും അവരുമായിട്ട് ഇങ്ങനെ ഇടപഴകാനും ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവര് ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളെ പറ്റി പറയുന്നതെന്ന് പറഞ്ഞാൽ ദേഹത്ത് ഒരു തുള്ളി വെള്ളം വീണ് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ഒരു കണ്ണിന്റെ പോളയൊന്ന് ചെറുതായിട്ട് അടയ്ക്കുമ്പോൾ പോലും അസഹനീയമായ വേദനയാണ്. ഒരു തുള്ളി വെള്ളം നമുക്ക് തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായ യാതന സഹിക്കണം, വേദന സഹിച്ചിട്ട് വേണം. അപ്പൊ ഇത് ഇങ്ങനെ ദിനേന രാത്രിയും പകലും എന്നില്ലാതെ ഈ കുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടാണ് അത് പതുക്കെ ആ ഒരു ചികിത്സയുടെ ഒരു സ്റ്റേജൊക്കെ ഒന്ന് മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് വന്നു. ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നാവുന്ന സ്റ്റേജിലാണ് അയാൾ വീണ്ടും
ഈ ഒരു കടുകൈ ചെയ്തു. ശരിയായിട്ടും ഈ വേദന അനുഭവിക്കുന്ന മൊത്തം ഇത് കണ്ടുകൊണ്ടിരിക്കവേ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വീണ്ടും ഈ വളരെ പൈശാചികമായ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്നത് അത് സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാനോ ചിന്തിക്കാനോ പറ്റുകയില്ല. അതൊരു വളരെ കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ഒരു ക്രിമിനലിനോ അല്ലെങ്കിൽ ഒരു കില്ലറിനോ മാത്രമേ അത്തരത്തിൽ ഒരു ക്രൂരത ചെയ്യാൻ പറ്റുള്ളൂ. എത്ര ദിവസം ഉത്തര ഈ വേദന അനുഭവിച്ചു? പാമ്പ് കടിയേറ്റ ആ സമയം മുതൽ, കടിയേറ്റത് മുതൽ ആ ചികിത്സയുടെ ഉടനീളം ആ കുട്ടി ആ വേദന അനുഭവിച്ചു എന്നുള്ളതാണ്. 50 ദിവസം. അതെ, എത്രത്തോളം ദിവസം ചികിത്സയിലുണ്ടായിരുന്നു അത്രയും ദിവസം തന്നെ ഈ വേദന അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ ഉത്ര എന്ന് പറയുന്ന ഒരു കുട്ടി നമ്മുടെ സ്വന്തം സഹോദരിയോ മോളോ ഇത് അതായത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പലരും പറയുന്നത്, ഞാനും ആവർത്തിച്ച് പറയുകയാണ്, ഇത് അന്വേഷിച്ചിരിക്കുന്നത് തലച്ചോറ് കൊണ്ടോ അല്ലെങ്കിൽ എന്താണ് ഒരു ബുദ്ധി കൊണ്ടോ അല്ല, ഹൃദയം കൊണ്ടാണ്. ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിലെ ടെക്നിക്കൽ കമ്മിറ്റി മെമ്പേഴ്സ് ആയാലും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരായാലും അവരന്വേഷിച്ചിരിക്കുന്ന ഹൃദയം കൊണ്ടാണ്. കാരണം ഇത്രത്തോളം ഒരു എന്താണ് ഒരു നമ്മുടെ വീട്ടിലെ കുട്ടി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നടന്ന സംഭവം എന്നുള്ള നിലയ്ക്ക് വളരെ കേരള ജനത ഒന്നടങ്കം ഉറ്റുനോക്കിയ ഒരു കേസാണ് എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമാണ്. ഇന്ത്യയിൽ തന്നെ തേർഡ് റിപ്പോർട്ടഡ് കേസാണ്. ഇതെല്ലാം ഉണ്ട്. എല്ലാവരും അന്വേഷിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഹൃദയം കൊണ്ട് അന്വേഷിച്ചു, വളരെ ആത്മാർത്ഥമായിട്ട് അന്വേഷിച്ചു. പരമാവധി എന്താണ് നമ്മുടെ ആ ഒരു എവിടെയാണോ എക്സ്പെർട്ടൈസ് ആവശ്യമായത് അത് പൂർണ്ണമായും തന്നെ ഈ കേസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ അന്വേഷിച്ചു എന്നുള്ളതാണ്. ഈ പാമ്പിന്റെ DNA ടെസ്റ്റ് എടുത്തത് കേസിന് ഗുണകരമായിരുന്നു. അതിന്റെ ഫോറൻസിക് അനാലിസിസ് അപ്പൊ പാമ്പ് കടിയേറ്റ് തന്നെ ആ ഒരു ടെക്നിക്കൽ കാര്യങ്ങൾ തെളിയിക്കുന്നതിൽ വേണ്ടി ഇതെല്ലാം നിർണായകമായിരുന്നു. ഓരോ എക്സ്പെർട്ട് കമ്മിറ്റിയിലെ ഓരോ മെമ്പറുടെയും കോൺട്രിബ്യൂഷൻ വളരെ നിർണായകമായിരുന്നു. എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഭാഗം ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് സാറിനോട് ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞു ഇതൊരു ഒരാളെ ഞാൻ ചോദിച്ചു 3 പേരുടെ പേര് പറ, ഈ കേസിന്റെ വിജയത്തിന് സപ്പോർട്ട് ചെയ്ത 3 പേരുടെ പേര് പറ. ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരു ടീമാണ്. അതെ. രാത്രിക്ക് രാമായണൻ വണ്ടി ഓടിച്ച ഡ്രൈവർ തൊട്ട് ഇതിന്റെ സമൻസ് കൊണ്ട് കൊടുത്ത ആള് തൊട്ട് എല്ലാവരും ഇതിന്റെ ഭാഗമാണ്. എല്ലാവരും അവര് സ്വന്തം വളരെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്തതാണ്. അങ്ങനെ തന്നെയാണ്. അതായത് ഓരോ ഇപ്പൊ നമ്മള് വളരെ അപ്രധാനിയാണ് എന്ന് തോന്നുന്ന ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിന്റെ ഒരു ഗെറ്റ് ടുഗദർ പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അതില് പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ഇതിൽ വളരെ ഫുൾ സ്വിംഗിൽ ആക്റ്റീവായി നിന്നിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഒരു ഉയർന്ന റാങ്കിലുള്ള ഒരു ഓഫീസറൊന്നുമല്ല. പക്ഷെ ഇതിന്റെ പ്രാരംഭ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം സാറേ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ഇത് കൈകാര്യം ചെയ്ത് പരിചയമുള്ള കുറെ പേരെ നമ്മൾ കണ്ടെത്തിയിട്ട് അവരുടെ ഒരു മീറ്റിംഗ് വിളിച്ചാലോ എന്ന് വെറുതെ ഒന്ന് ചോദിച്ചു. ഹരിശങ്കർ സാറും കൂടെ നിൽക്കുമ്പോൾ അപ്പോഴാണ് അദ്ദേഹത്തിന് അങ്ങനെയാണെങ്കിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കാം, ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഫോം ചെയ്യാം, എന്നിട്ട് അവരുടെയും കൂടി അഭിപ്രായം ചോദിക്കാം എന്ന് ആലോചിക്കുകയും അങ്ങനെ ഒരു കമ്മിറ്റി ഇങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളോട് കൂടി ചോദിച്ച് ഓരോ രംഗത്തും പ്രാഗൽഭ്യമുള്ള അല്ലെങ്കിൽ വൈദഗ്ധ്യമുള്ള ആൾക്കാരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അവരുടെ ഒരു കമ്മിറ്റി ഒരു മീറ്റിംഗ് വിളിച്ചു. അതിൽ ഇതിന്റെ അതുവരെയുള്ള പ്രോഗ്രസ് കംപ്ലീറ്റ് അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് അവതരിപ്പിച്ചു. കമ്മിറ്റിയിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ ശരിയായിട്ടും ആ ഒരു വാക്കാണ് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത്. ആ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചത് അദ്ദേഹത്തിന്റെ ആ ഒരു എന്താണ് വളരെ കാഷ്വൽ എന്ന് വേണമെങ്കിൽ തോന്നാവുന്ന രീതിയിലുള്ള ഒരു ടോക്കാണ്, ഒരു സജഷനാണ്. അപ്പൊ ഓരോരുത്തർക്കും രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് വാഹനം ഓടിച്ചവർക്കും എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ കേസ് അന്വേഷിച്ച ഹരിശങ്കർ സാറ്, അതുപോലെ അത് അതിനേക്കാൾ നല്ല രീതിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ കോടതിയിൽ പ്രസന്റ് ചെയ്ത അദ്ദേഹം മോഹൻരാജ് സാർ. പിന്നെ ഞാൻ ചോദിക്കുന്നത് ഈ ജനമെല്ലാം പ്രതീക്ഷിച്ചത് അദ്ദേഹത്തിന് തൂക്കുകയർ കിട്ടുമെന്നായിരുന്നു. തൂക്കുകയർ കിട്ടിയതാണോ ഇതാണോ ഏറ്റവും നന്നായി എന്ന് തോന്നുന്നു? അതിലൊരു അഭിപ്രായം എന്നുള്ള നിലയ്ക്കല്ല. അതായത് ഇപ്പൊ പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു കേസ് വരുമ്പോൾ, പ്രത്യേകിച്ച് അപൂർവമായ ഒരു കേസ് വരുമ്പോഴേക്കും പൊതുജനങ്ങളുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും വൈകാരികമായിട്ടായിരിക്കും. പക്ഷെ വളരെ കൃത്യമായി സംഗതികൾ വിലയിരുത്തിയിട്ട് ഈ സംഭവത്തെപ്പറ്റി വളരെ ആഴത്തിൽ പഠനം നടത്തിയിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വിധി വന്നത് എന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ ഈ വിധിയിൽ തൃപ്തിയാണ്, അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണത്തിൽ തൃപ്തിയാണ്? ഏതായാലും ഇങ്ങനെ ഒരു വലിയ കേസിൽ ലോകം മുഴുവൻ ഒത്തുനോക്കുന്ന ഒരു കേസിനകത്ത്, അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം ഒത്തുനോക്കുന്ന, അല്ലെങ്കിൽ നാളെ പഠന വിഷയമാകാവുന്ന ഒരു കേസിന്റെ
ഒരു ഭാഗമാകാൻ, ഒരു ചെറിയ ഭാഗമാകാനെങ്കിലും കഴിഞ്ഞതിൽ വളരെ സന്തോഷം തോന്നുന്നു. വളരെ സന്തോഷമുണ്ട്, വളരെ അഭിമാനമുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം പൊതുവിൽ വന്ന ഒരു ചർച്ചയാണ് ഈവൻ ഓരോ മെമ്പർക്കും അഭിമാനിക്കാവുന്നത് എന്നതിലുപരി അഹങ്കരിക്കാവുന്ന രീതിയിലുള്ള ഒരു ഫലപ്രാപ്തിയാണ്, ഒരു വിജയമാണ് ഈ കേസിനുണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല ഈ പഠന വിഷയമാക്കി കഴിഞ്ഞു, ഇനി ഭാവിയിലാക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ തന്നെ സൂപ്രണ്ട് ഓഫ് പോലീസിന്റെ ട്രെയിനിങ്ങിനെ കണ്ടുവേണം തോന്നുന്നല്ലേ? മാത്രമല്ല വിവിധ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗസ്ഥർക്ക്, ഇവൻ ഞങ്ങളുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫിനും ഇതിന് മുതൽ ട്രെയിനിങ്ങിൽ ഉൾപ്പെടുത്താൻ, ഞാനിപ്പോ ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പൊ നിലവിലുള്ള ട്രെയിനീസിനോട് ഇത് നിർബന്ധമായും ഷെയർ ചെയ്തിരിക്കും എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. സാറിന്റെ ഒരു ബയോഡാറ്റ പറഞ്ഞാല്, അതായത് സാറ് പാമ്പിന്റെ ഗവേഷണമാണോ ശരിയായിട്ടും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അല്ല, ഞാൻ പാമ്പിനെ പറ്റി സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ, അതായത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ പെർമിഷനോടുകൂടി പാമ്പുകളെ പറ്റിയുള്ള പഠനം റിസർച്ച് രംഗത്ത് ആക്റ്റീവായിട്ടുള്ള ആൾക്കാരുമായി ചേർന്ന് ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായും വിവിധ സ്പീഷീസുകളുടെ സർവേയും ഡിസ്ട്രിബ്യൂഷനും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് നടക്കുന്നുണ്ട്. പിന്നെ എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക്കാണ് ഞാൻ പഠിച്ചത്. കൊല്ലത്ത് TKM കോളേജിൽ തന്നെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ചെയ്ത ഉടനെ എനിക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ റേഞ്ച് ഓഫീസറായിട്ട് സെലക്ഷൻ കിട്ടുമായിരുന്നു. അപ്പൊ ആ ഒരു ഇപ്പം എന്താ സാറിന്റെ? ഇപ്പൊ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്. അപ്പൊ ആ ഒരു ട്രെയിനിങ്ങിന് പോയി. അതിനു മുമ്പേ പാമ്പുകളെയൊക്കെ ഇങ്ങനെ അത്യാവശ്യം ചേര, നീർക്കോലി അങ്ങനെയുള്ള പാമ്പുകളെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ ഇങ്ങനെ വല മുറിച്ചു വിടുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഫീൽഡിലേക്ക് വന്നപ്പോഴേക്കും ഇതുപോലെ മലമ്പാമ്പ് നാട്ടിലേക്ക് ഇറങ്ങുന്നതിന്, അന്ന് ഇതിന്റെ ടെക്നിക്കൊന്നും അറിയത്തില്ല. നമ്മൾ അതിനെ അന്നേരം ഉള്ള സൗകര്യം അനുസരിച്ച് അതിനെ പിടികൂടിയിട്ട് കാട്ടിൽ കയറ്റി വിടുമായിരുന്നു. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ഇതൊരു നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതിയാണെന്ന് ബോധ്യപ്പെടുകയും പിന്നെ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയും ഈ രംഗത്ത് കൂടുതൽ പ്രാഗൽഭ്യമുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ പരിചയവും സഹകരണവും ഒക്കെ ആയപ്പോഴാണ് അതിൽ ഏറ്റവും കൂടുതൽ പാമ്പുള്ള കാട് വനം ഏതായിരിക്കും നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ? അല്ല, അത് വനത്തിന്റെ സ്വഭാവം അനുസരിച്ച്. നിങ്ങൾ എവിടെയാണ് പാമ്പിനെ ഏറ്റവും കൂടുതൽ വിടുന്നത്? പാമ്പിനെ വിടുന്നത് എന്താണ്, ഈ അർബൻ ഏരിയയിൽ നിന്ന് പിടിക്കുന്ന പാമ്പുകളെ അതിന് അനുയോജ്യമായുള്ള ഓരോന്നിനും ഓരോ, നിങ്ങൾ ഒരു സ്പീഷ്യസിന്റെ ജീവിക്കാനുള്ള സാഹചര്യം, അതിന്റെ സാഹചര്യം നോക്കിയിട്ടാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പാമ്പും എന്താണ് മൂർഖൻ പാമ്പും ചേരയും ഒക്കെ ആവശ്യമാണെന്ന് പറയും. ഇപ്പൊ ഒരു ചേരയെ കണ്ടാൽ അതിനെ പേടിച്ചിട്ട് അതിനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റി കഴിഞ്ഞാലുള്ള ഒരു അപകടം എന്ന് പറഞ്ഞാൽ ഒരു എക്കോളജിക്കൽ ബാലൻസ് ഉണ്ട്. ഈ പാമ്പ് അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ്. ഒരു ചേരയെ ഒരു സ്ഥലത്ത് ഒരു ഹാബിറ്റാറ്റിൽ അല്ലെങ്കിൽ ഒരു ഇക്കോസിസ്റ്റത്തിൽ നിന്ന് പിടിച്ചു മാറ്റി കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്യാപ്പ് വരും. ആ ഒരു ഗ്യാപ്പ് ഇപ്പൊ എന്തൊരു ഒരു ബാലൻസ്ഡ് ഇക്കോസിസ്റ്റത്തിൽ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അതൊരു റീ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ റീ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും എന്നുള്ളതാണ്. റീ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമ്പോഴേക്കും അവിടെ അത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു സംഗതി അവിടെ വരണം, ഒരു കമ്പണന്റ് അവിടെ വരണം. അങ്ങനെ വരുന്ന ഒരുപക്ഷെ മൂർഖനാണെങ്കിൽ, അത് ജനവാസ മേഖലയാണെങ്കിൽ അത് കൂടുതൽ അപകടമാണ്. അപ്പം എന്താണ്, ചേരയും അങ്ങനെയുള്ള അപകടരഹിതമായ പാമ്പുകളൊക്കെ നമ്മുടെ നാട്ടിൽ യഥേഷ്ടം ഉണ്ടാവണം എന്നുള്ളതാണ്. അതൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പിന്നെ ജനങ്ങൾക്ക് അപകടമുള്ള പാമ്പുകളെയൊക്കെ വളരെ സുരക്ഷിതമായിട്ട് ജനവാസ മേഖലയിൽ നിന്ന് നമ്മൾ ദൂരത്തിൽ തന്നെയാണ് കൊണ്ടുവിടുന്നത്. രാജവമ്പാലയൊക്കെ റെസ്ക്യൂ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് തിരിച്ച് അങ്ങനെ അത്ര പെട്ടെന്ന് ജനവാസ മേഖലകളിലേക്ക് വരാത്ത രീതിയിൽ ഉള്ളിലേക്ക് തന്നെയാണ് കൊണ്ടുവിടുന്നത്. വളരെ സന്തോഷം ഇത്രയും കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിനകത്ത്. അപ്പോൾ ഇനിയും ഈ ഒരു രംഗത്ത് പാമ്പിനെ കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ നടത്താൻ ഒക്കെ കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.